ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിലാണ് വിശ്വാസികൾ. ഒരു മാസം നീണ്ട ആത്മസമർപ്പണത്തിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾക്കാണ് അവസാനമാകുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് പുരോഗമിക്കുകയാണ്. ഇവരുമായി കോഴിക്കോട് നിന്നും ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈദ്ഗാഹ് പ്രത്യേക പ്രാർത്ഥനകൾ, ചടങ്ങുകൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സുരേഷ്, കോഴിക്കോട് ബീച്ചിൽ ആണ് ഇപ്പോൾ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിസ്കാര ചടങ്ങുകളും പ്രാർത്ഥനകളും മറ്റും ആരംഭിച്ചു കഴിഞ്ഞു. 7:15 തന്നെ ഇവിടെ ആയിരക്കണക്കിന് മുസ്ലിം മത വിശ്വാസികൾ പ്രാർത്ഥനയുടെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് ഉള്ള പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. 29 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനം, സമർപ്പണത്തോടു കൂടിയുള്ള വ്രതാനുഷ്ഠാനങ്ങൾക്കാണ് കോഴിക്കോട് കടപ്പുറത്ത് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണിപ്പോൾ ഈദ്ഗാഹ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 7:15 തന്നെയാണ്. ഗൂഗിൾ കേൾക്കാമെങ്കിൽ തുടരാം. സുരേഷ്, ഇപ്പോൾ മുസ്ലിം മത പണ്ഡിതൻ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ബീച്ചിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ 29 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കും ആത്മസമർപ്പണത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം, സംസ്ഥാനത്തെ മുസ്ലിം സമൂഹം കോഴിക്കോട് ആയിരക്കണക്കിന് മുസ്ലിം ഈദ്ഗാഹ് അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ആയിരക്കണക്കിന് മുസ്ലിം മതവിശ്വാസികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. പ്രമുഖ ഇസ്ലാം പണ്ഡിതനായിട്ടുള്ള ഹുസൈൻ മടവൂരാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഇന്നലെ പൊന്നാനിയിലായിരുന്നു ഇത്തരത്തിലൊരു മാസപ്പിറവി കണ്ടത്. അതോടുകൂടി മുസ്ലിം സമുദായ നേതാക്കൾ ഇന്ന് ചെറിയ പെരുന്നാൾ, കേരളത്തിൽ നിന്ന് ചെറിയ പെരുന്നാൾ നടക്കുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നു. കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ 30 ദിവസത്തെ നോമ്പ് ഇന്ന് പൂർത്തിയാകും. നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. എന്തായാലും മുസ്ലിം സമൂഹം വലിയ സന്തോഷത്തിലാണ്. കൂടിച്ചേരലിന്റെ ഒരു ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. എല്ലാ ആളുകളും ഈ ബീച്ചിൽ ഒരുമിച്ചെത്തിയിരിക്കുന്നു. നിസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം പിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ ആളുകളും അവരവരുടെ കുടുംബങ്ങളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്ക് ഇന്നും അത്രത്തോളം പൊലിമയുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് എത്തുമ്പോൾ ആ ആഘോഷത്തിനും അല്പം മുഞ്ചു കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തുടനീളം വിശ്വാസി സമൂഹം ആ പെരുന്നാൾ ആഘോഷ നിറവിലാണെങ്കിലും കോഴിക്കോടിൻ്റെ തനിമയിൽ ആഘോഷം എന്നുമുണ്ട്. എല്ലാ ദിവസവും ആഘോഷമാക്കുന്നവരാണ് കോഴിക്കോടുകാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷത്തിന് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈ പ്രത്യേക നമസ്കാര ചടങ്ങിന് ശേഷം വിഭവസമൃദ്ധമായ അത്തരത്തിലുള്ള ഇനങ്ങളടക്കം, പിന്നീട് കുടുംബസംഗമം, യാത്ര, അങ്ങനെയുള്ള വിപുലമായ ആഘോഷ പരിപാടികളാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടാവുക, അല്ലേ? ആഘോഷങ്ങൾക്കൊക്കെ മാറ്റി കൂടുന്ന ഒരു പ്രദേശം തന്നെയാണ് കോഴിക്കോട്. അതിന്റെ ദൃഷ്ടാന്തം തന്നെയാണെങ്കിൽ അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ വരെ ഇവിടെ ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് ബീച്ച് പരിസരം മുഴുവൻ മുസ്ലിം മതവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 7:15 കൂടിയിട്ടായിരുന്നു ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. അതിനു മുമ്പേ തന്നെ ഈ പറഞ്ഞതുപോലെ ആത്മസമർപ്പണത്തിന്റെ 29 നാൾ നീണ്ടുനിന്ന കഠിന വ്രതത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും 7:15 തുടങ്ങുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് അതിന് നേരത്തെ മുമ്പേ തന്നെ ആളുകൾ എത്തിയിരുന്നു. LDF കോഴിക്കോട് മണ്ഡല സ്ഥാനാർത്ഥിയായി ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, അങ്ങനെ പ്രമുഖ രാഷ്ട്രീയ രംഗത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ചടങ്ങിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പുറത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 30ാമത്തെ ദിവസത്തെ അല്ലെങ്കിൽ ഈ ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കാൻ ഇന്നലെ കോഴിക്കോട് നഗരം ഉറങ്ങിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മിഠായിത്തെരുവും കോഴിക്കോടും മാനാഞ്ചിറയും ഈ ബീച്ചും ഒക്കെ ഇന്നലെ ലഹരിയിൽ തന്നെയായിരുന്നു. അതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഭക്ഷണാലയങ്ങളും ഈ മധുരപലഹാര കടകളും
ഹോട്ടലുകളും മറ്റുമൊക്കെ ആയിട്ട് അടഞ്ഞു കിടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ 29 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾക്കാണ് ഇന്നലെ പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതോടെ ഇന്ന് പെരുന്നാൾ അവധിയാണെങ്കിൽ മുസ്ലിം നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ ദാനം നൽകലിന്റെ ഒക്കെ ഉദാഹരണത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു 29 ദിവസം നീണ്ടുനിന്ന ഈ പ്രധാനുഷ്ഠാനം മുസ്ലിം സമൂഹം ജനങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും അത് നടത്തിക്കൊണ്ടുവരികയും ചെയ്തത്. അത്തരത്തിലുള്ള ചടങ്ങുകൾ പരിസമാപ്തിയാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണോ സമൂഹം മുൻപോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാട് അതിനെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ചടങ്ങുകളൊക്കെ അല്ലെങ്കിൽ ഈ പെരുന്നാളിനെ ആഘോഷിക്കുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം സുരേഷ് പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ അവരുടെ കുടുംബവും കൂട്ടുകാരും കുടുംബങ്ങൾക്ക് പെരുന്നാളിന് വലിയ രീതിയിലുള്ള ആഘോഷമാവും. ഒരു കൂടിച്ചേരലിന്റെ ഉത്സവമാണ്, സഹവർത്തിക്കുന്നതിന്റെ സ്നേഹത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ ഉത്സവമാണ് ചെറിയ പെരുന്നാൾ. ആ ചെറിയ പെരുന്നാളിനെ ഇസ്ലാം എന്താണെന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ ആഘോഷമാക്കുന്ന ഒരു ചടങ്ങാണ് കോഴിക്കോട് ബീച്ചിൽ കാണുന്നത്. ഈ ബീച്ചിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈദ്ഗാഹുകൾ നടക്കുമ്പോൾ കോഴിക്കോട് വിവിധ കേന്ദ്രങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഈദ്ഗാഹുകളും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. അതിനൊക്കെ തന്നെ പ്രമുഖരായ മുസ്ലിം മത നേതാക്കൾ നേതൃത്വം നൽകുന്നു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ ഇതിന് ഭാഗമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ കോഴിക്കോടിന്റെ ബീച്ചും പരിസരവും പൂർണ്ണമായി നിറഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്, മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നു. ശരി, കോഴിക്കോട് കടപ്പുറത്ത് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടക്കുകയാണ്. വിശ്വാസി സമൂഹം ആഘോഷ നിറവിൽ തന്നെയാണ്. ഗൂഗിളാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.